ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയൊരു പ്ലാസ്റ്റിക് ബോട്ടിലുകൊണ്ട് ഒരു സ്ട്രോബെറി മോഡലിലുള്ള ഒരു അടിപൊളി ഫ്ലവർ പോട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ പോകാം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഞാൻ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിവശത്തിൽ നിന്ന് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ അടിഭാഗം വണ്ണം കൂടിയ ഭാഗത്തു നിന്ന് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോട്ടിന് എത്ര പൊക്കം വേണോ ആ ഒരു പൊക്കത്തിനനുസരിച്ച് ബാക്കിയും കൂടെ കട്ട് ചെയ്ത് കളയാം. അപ്പം പ്ലാസ്റ്റിക് ബോട്ടിൽ ഏത് ബോട്ടിൽ വേണോ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസിനനുസരിച്ചുള്ള പോട്ട് തിരഞ്ഞെടുക്കുക. അപ്പോൾ നമ്മുടെ പൊക്കത്തിന് ആവശ്യത്തിന് വേണ്ടിയുള്ള പൊക്കത്തിന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് നമുക്ക് കാർഡ്ബോർഡ് റൗണ്ട് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ച് അതിൻ്റെ വീതി കുറഞ്ഞ സൈഡ് ഞാൻ അടച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് വയ്ക്കാൻ വേണ്ടി മറ്റൊരു പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ സാധാരണ നല്ല കട്ടിയുള്ള പേപ്പറോ റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുത്ത് അതിനെ മാസ്കിംഗ് ടേപ്പ് കൊണ്ടൊന്ന് ഒട്ടിച്ചിട്ട് അതിനകത്ത് വയ്ക്കാൻ വേണ്ടി ഉള്ളതാണ്. എന്നിട്ട് അതിനകത്തോട്ട് അതിൽ കൊള്ളുന്ന ഒരു ബോട്ടിലും കൂടെ ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒറ്റ പ്ലാസ്റ്റിക് ബോട്ടിൽ കറക്റ്റ് ഷേപ്പിനുള്ള പ്ലാസ്റ്റിക് ബോട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് വെച്ചിരുന്നാലും മതിയാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈറ്റ് സിമൻറ്റ് വെള്ളവും കൂടെ മിക്സ് ചെയ്ത് ഒരു മീഡിയം കട്ടിക്ക് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ആ ഗ്യാപ്പിൽ നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്തത് ഏകദേശം 24 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അത് നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തുള്ള പ്ലാസ്റ്റിക് ബോട്ടിലെല്ലാം എടുത്ത് കളയാം. ആ വെളിയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലും കൂടെ കട്ട് ചെയ്ത് മാറ്റി കളയാം. അപ്പോൾ വെളിയിലുള്ള പ്ലാസ്റ്റിക് ബോട്ടിലൂടെ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പോട്ടിൻ്റെ ഒരു സൈഡ് വീതി കൂടുതലും ഒരു അടി സൈഡ് വീതി കുറച്ചും ആണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി അതിനൊന്ന് ചെറിയൊരു ലെവലിൽ നമുക്ക് എംപയറിൻ്റെ സാൻഡ് പേപ്പർ ഉപയോഗിച്ച് വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് നല്ലോണം പേപ്പർ ഇതും കൂടെ എടുക്കാം. അപ്പോൾ എംപയറിൻ്റെ പേപ്പർ ഉപയോഗിച്ച് അക സൈഡും അതിൻ്റെ വെളി സൈഡും എല്ലാം നല്ലോണം പേപ്പർ ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകൾ സൈഡ് നല്ലോണം റൗണ്ട് ഷേപ്പിൽ തന്നെ പേപ്പർ ഉപയോഗിച്ച് കുറേശ്ശെ പേപ്പർ ചെയ്ത് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കുക. ഇപ്പോൾ പേപ്പറെല്ലാം ചെയ്ത് തീർന്നിട്ട് ഇനി അടുത്ത് നമുക്ക് സ്ട്രോബെറിയുടെ പുറത്തുള്ള ചെറിയ ഡിസൈനൊക്കെ കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഒന്ന് ചെറിയ ഗ്യാപ്പ് ഇട്ട് ചെറുതായിട്ട് ചെറിയ ഹോൾസ് ആദ്യം ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഹോൾസ് ഇട്ടിട്ട് നമുക്ക് ക്രാഫ്റ്റ് ടൂൾസ് ഉപയോഗിച്ച് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഷേപ്പ് ചെയ്തെല്ലാം തീർന്നിട്ട് ഇനി നമുക്ക് അതിൻ്റെ അടിസൈഡ് ഒന്ന് അടയ്ക്കാറുണ്ട്. അതിനുവേണ്ടി കാർഡ്ബോർഡോ അല്ലെങ്കിൽ തെർമോക്കോളോ അതിൻ്റെ അടിസൈഡിൽ വെച്ചിട്ട് പോട്ടിനകത്തോട്ട് വൈറ്റ് സിമൻറ്റ് നല്ല കട്ടിക്ക് തന്നെ കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് നല്ലോണം ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇനി പോട്ടിൻ്റെ സ്ട്രോബെറിയുടെ പുറത്തുള്ള ചെറിയ കുത്തുകൾ വരുന്ന ആ ഒരു ഡിസൈൻ ചെയ്തെടുക്കാനുള്ളതാണ്. അതിനുവേണ്ടി ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് ഉപയോഗിച്ച് ഏത് കളർ പെയിൻ്റ് ആയിരുന്നാലും കുഴപ്പമില്ല. നമുക്ക് ചെറിയ ഈർക്കിലോ മറ്റെന്തെങ്കിലും കൊണ്ട് ചെറുതായിട്ട് കുത്തുകൾ ഇട്ട് കൊടുക്കുക, അടുപ്പിച്ച്. അപ്പോൾ ആ കുത്തുകൾ നല്ല തടുപ്പായിട്ട് തന്നെ നിൽക്കത്തക്ക രീതിയിൽ വേണം കുത്തുകൾ ഇട്ട് കൊടുക്കാൻ. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഇട്ടേക്കുന്ന ആ ഹോൾസിലും കൂടെ അതിൽ വലിയ കുത്തുകൾ ഇട്ട് കൊടുക്കുക. വെളി സൈഡിൽ എല്ലാ സൈഡിലും അടുപ്പിച്ച് ചെറുതായിട്ട് നല്ല ഹോൾസുകൾ ഉണങ്ങുന്നതിനനുസരിച്ച് വലിയ ഗ്യാപ്പ് വരാത്ത രീതിയിൽ നല്ലവണ്ണം കുത്തുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നല്ല ബൾജ് ചെയ്ത് തന്നെ നിൽക്കും. അപ്പോൾ അതെല്ലാം ഉണങ്ങിയതിന് ശേഷം ഇനി നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ കളർ കൊടുക്കാനും ആക്രിലിക്കിൻ്റെ പെയിൻറ്റ് തന്നെയാണ് എടുത്തേക്കുന്നത്, ആക്രിലിക്കിൻ്റെ റെഡ്. അപ്പോൾ റെഡ് എല്ലാ സൈഡിലും കൊടുത്തിട്ട് നമുക്ക് അതിനകത്തുള്ള നമ്മൾ ഇട്ടേക്കുന്ന ഹോൾസിനകത്തുള്ള ചെറിയ കുത്തുകളിൽ ആക്രിലിക്കിൻ്റെ ബ്ലാക്ക് കളറും കൂടെ ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ടച്ച് ചെയ്ത് കൊടുത്ത് മൊത്തം നമുക്ക് ഒറിജിനൽ ഒരു സ്ട്രോബെറിയുടെ ലുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം പെയിൻ്റ് എല്ലാം നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ക്ലിയർ വാർണിഷ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അടിച്ചു കൊടുക്കുമ്പം കാണാൻ നല്ലൊരു ലുക്കായിരിക്കും. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി നേരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഗുഡ് ബൈ.